ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് പുരട്ടാനുള്ള മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി ജാറെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഈ ചിക്കനിലേക്ക് നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മസാല ഇട്ട് നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഞാൻ മസാലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. ഇങ്ങനെ മസാല പിടിക്കാനായിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം വെക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാൻ ചൂടായിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഇതിൽ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ ബാക്കി കുറച്ച് മസാല ഉണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് എടുത്തു വെക്കാം. ഏകദേശം ഒരു പുറം ആയിട്ടുണ്ട്. നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. വലുതാണ് എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ നേരത്തെ പുരട്ടി വെച്ച ആ മസാലേൻ്റെ ബാക്കിയുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി വെച്ചേക്കാണ്. ഇനി ആ മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ഒരു തക്കാളിയും കൂടെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കെച്ചപ്പ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉള്ളിയായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ ഗ്രേവി ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെക്കാം. ഒന്നുകൂടെ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലിപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. അപ്പം ഈ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.